ഇരു സമസ്തകളും തമ്മിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന ശത്രുതയുടെ മഞ്ഞുരുക്കുന്നതാണ് കാന്തപുരത്തിന്റെ നീക്കം. അണികൾക്ക് അനുരഞ്ജനത്തിന്റെ സന്ദേശം. എതിർചേരിയുടെ നേതാവായിരുന്ന ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ കോഴിക്കോട് വരക്കലിലെ അന്ത്യവിശ്രമ സ്ഥലത്താണ് കാന്തപുരം സന്ദർശനം നടത്തിയത്. ഇരുവിഭാഗം സമസ്തയും 100-ാം വാർഷികം ആഘോഷിക്കുന്നത് ഐക്യനീക്കത്തിന് തടസ്സമാകില്ലെന്ന് കാന്തപുരം. ഇൻഷാ അല്ലാഹ് ഐക്യമുണ്ടായാൽ അത് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ അതിനുവേണ്ടി എപ്പോഴും പരിശ്രമിക്കുന്നു. ആ ഐക്യത്തിന് ഈ 100-ാം വാർഷികവും അതിന്റെ പ്രഖ്യാപനവും ഒരിക്കലും തടസ്സമല്ല. കാന്തപുരത്തിന്റെ സന്ദർശനം സമസ്ത ഇ.കെ. വിഭാഗം നേതാക്കളിലും അമ്പരപ്പുണ്ടാക്കി. അപ്രതീക്ഷിതമായ പലതും സംഭവിക്കുന്നുവെന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. നമ്മളിപ്പോൾ 100-ാം വാർഷികം തന്നെ നമുക്ക് വലിയ പണിയൊന്നും ഉണ്ടാവില്ല. കാരണം പലരും നമ്മൾ വിചാരിക്കാത്ത പലരും 100-ാം വാർഷികം എന്ന് പറഞ്ഞ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. കാന്തപുരത്തിന്റെ സന്ദർശനത്തെ ഇ.കെയുടെ നിലപാട് വിജയമായുള്ള വ്യാഖ്യാനവും ചില നേതാക്കളിൽ നിന്നുണ്ടായി. മുസ്ലിം ലീഗ്, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി സംഘടനകളോടുള്ള നിലപാടിനെ ചൊല്ലിയാണ് സമസ്തയിൽ 1989 പിളർപ്പുണ്ടായത്. ഇരുവിഭാഗവും ഐക്യത്തിനുള്ള ചില ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും പൂർണ്ണമായി വിജയിച്ചിരുന്നില്ല. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.